iPad ഉണ്ട്, സിം ഇട്ട് 4G സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. സ്റ്റോറേജ് കാര്യം ചെക്ക് ചെയ്യാൻ മതി, നമ്മളെ ചെക്ക് ചെയ്യാൻ മതിരിക്കും. ഇങ്ങനെ ഓരോ നമ്മളെ അടുത്ത സബ്സ്ക്രൈബറാണ് ഗൈസ്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സാധനം പുതിയ സാധനമാണ്, വെറും 1000 രൂപയാണ് ഒരു ഗൾഫ്. പൈസ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇരിക്കുന്നവരുണ്ട്. പൈസ തിരിച്ച് തരട്ടെ എന്ന് ചോദിച്ചാലും വേണ്ട. സാധനം നല്ലൊരു സ്മാർട്ട് ഫോൺ വരുമ്പം നമുക്കത് അയച്ചു തന്നാൽ മതി. പൊന്നെ ഗൈസ്, ചെക്ക് ചെയ്യാൻ മതി, നമ്മളെ ചെക്ക് ചെയ്യാൻ മതിരിക്കും. ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളെ ഒരുപാട് പേര് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സ്മാർട്ട് ഫോൺ കിട്ടി, കുറഞ്ഞ ബഡ്ജറ്റ് കുറഞ്ഞതിനല്ല, നല്ല സ്മാർട്ട് ഫോൺ വേണം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം എൻ്റെ ഷോപ്പിലെ സ്റ്റോക്ക് അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഇല്ല. ഞാൻ കുറഞ്ഞ ബഡ്ജറ്റ് ഇപ്പോൾ ഷോപ്പിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്മാർട്ട് ഫോണിൽ വരുമ്പോഴത്തേക്കും അത് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ എടുത്ത് നമുക്കത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാറ്റി ഞാൻ വെക്കുമ്പോൾ സ്പോട്ടിൽ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വീഡിയോ കണ്ട് ഒരുപാട് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ വാങ്ങിച്ച് വെച്ച ഉടനെ അത് ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ ആളിവിടെ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കസ്റ്റമർ, നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 500 ലാഭം ഇട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഇപ്പം സാധനങ്ങൾ ഒന്നും ഇല്ല, സത്യത്തിൽ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഓരോ നമ്മളെ അടുത്ത സബ്സ്ക്രൈബറാണ് ഗൈസ്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കടയിൽ സാധനം ഇല്ല എന്നുള്ള ഒരു ലെവലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇത് കടയിൽ ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്ന് കൊടുക്കാനായിട്ട് വളരെ വിഷമഘട്ടത്തിലാണ് അവരൊക്കെ തിരിച്ചു പോയത്. കാരണം ഫോണൊന്നും ഇല്ല. എന്തായാലും ഞാൻ അടുത്ത ഷോപ്പിലോട്ട് വിട്ടു. അടുത്ത ഷോപ്പിൽ നിന്ന് വാട്സപ്പ് ഷോപ്പിൽ വിടുമ്പം അവിടെ അവർക്ക് കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം അവർക്ക് ആ എമൗണ്ട് ഇപ്പോൾ ജസ്റ്റ് ഇപ്പം ഒരാൾ വന്നിട്ട് പോയി അതിലും അവർക്ക് പറ്റിയില്ല. അവർക്ക് ആ ഒരു എമൗണ്ടിന് 2000 രൂപ റീചാർജ് സെറ്റ് ചോദിച്ചു. 2000 രൂപ സെറ്റ് തന്നെ കൊടുത്തു. പക്ഷെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. 2000 രൂപയ്ക്ക് അത്രമാത്രം ഒരു ക്വാളിറ്റി ഇല്ല എന്ന് തോന്നി. അത് വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ നിർബന്ധിക്കത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും, നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നിർബന്ധിക്കത്തൊന്നുമില്ല. അത്രയ്ക്ക് പ്രോഫിറ്റ് ഒന്നും ഇല്ല. നമ്മളെ വ്യൂവേഴ്സ് കൂടുതലായിട്ട് വരിക, ചാനൽ സബ്സ്ക്രൈബേഴ്സ് കൂടുക, അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ഷോപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ 1000 രൂപയ്ക്ക് ഒരു ടാബ് ഉണ്ട്. 1000 രൂപയാണ്, ഗൾഫ് ടാബാണ്. പക്ഷേ ഒരു പൗച്ച് ഉണ്ടെങ്കിൽ അത്ര വൃത്തിയില്ല. അല്ലേ പൗച്ച് കൊള്ളില്ല അല്ലേ? പൗച്ച് കൊള്ളില്ലെന്നേ ഉള്ളൂ. പക്ഷെ സാധനങ്ങളുണ്ട്, പുതിയ സാധനം ഇല്ലേ? സാധനം പുതിയ സാധനമാണ്. വെറും 1000 രൂപയാണ് ഒരു ഗൾഫിൽ. നിങ്ങളെ കുട്ടികൾക്ക് ജസ്റ്റ് മെമ്മറി കാർഡ് ഇടാം, പിന്നെ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിലുണ്ടെങ്കിൽ BSNL ഉണ്ടാ. ഗൾഫിൽ BSNL സാധനം ഉണ്ടാ, കാണുമായിരിക്കും അല്ലേ? ഇവിടെ നിന്നല്ലേ കയറ്റി വിടണത് ഗൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഗെയിമിങ്ങിന് ആവശ്യം, ഡിസ്പ്ലേ എല്ലാം കൊള്ളാം കേട്ടോ. 1000 രൂപയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമേ. പിന്നെ ഒരു ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ നല്ല കിടിലൻ പ്രോഡക്റ്റ്. ഐഫോണിൻ്റെ iPad ഉണ്ട്, സിം ഇട്ട് 4G സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത്. സ്റ്റോറേജ് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയില്ല. ഇത് ഡിബിൾ അല്ല, സിംഗിൾ സിം ഇട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമേ സാധനം. അത്യാവശ്യം അപ്ഡേറ്റ് ഒന്നും കാണത്തില്ല. iPad അല്ലേ, അപ്ഡേറ്റ് ഒന്നും നോക്കണ്ട. 16 സ്റ്റോറേജേ ഉള്ളൂ. ഐപാഡിനേ ഉള്ളൂ. അപ്പം ഇത് വന്നിട്ട് ഗൈസ് 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടാകും ഗൈസ്. വെറും 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ സിം ഇട്ട് കോളൊക്കെ വിളിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യും. പിന്നെ ഒരു 3000 രൂപ റേഞ്ചിന് ഒരു കുറച്ച് ബെഡ ടാബാണ്, 10 ഇഞ്ചിൻ്റെ ടാബ്. വെറും 3000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊക്കെ കുറഞ്ഞ റേറ്റ് അല്ലേ? ഈ സാധനങ്ങളൊക്കെ കുറഞ്ഞ റേറ്റ് അല്ലേ? 3000 രൂപ, 4000 രൂപ, 5000 രൂപ. പിന്നെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2000 റേഞ്ചിൽ ഒരുപാട് വിളിച്ച് ചോദിക്കുന്നത് വെച്ചാൽ 2000 റേഞ്ചിൽ. എന്നാലും നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു വിശ്വാസക്കുറവുണ്ട്. കൊറിയർ അയക്കുമ്പം എത്തോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ആമസോണിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു. ആമസോണിൽ മുനീർ ഒരു സാധനം ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ നിസ്സാരം 150 രൂപയുടെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. ക്യാഷ് പെയ്ഡായി, സാധനം പൈസ പെയ്ഡ് ചെയ്ത് സാധനം ഓർഡർ ചെയ്തു. 7 ദിവസത്തെ ടൈം പറഞ്ഞു. ഈ 7 ദിവസത്തെ ടൈമിൽ 7 ദിവസം കഴിഞ്ഞു, 8 ദിവസം കഴിഞ്ഞിട്ടും സാധനം കയ്യിലെത്തിയില്ല. അപ്പോൾ ആമസോണിൻ്റെ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സാധനം ഡെലിവറി കഴിഞ്ഞ് എല്ലാം ഡണ്ണായിരിക്കുകയാണ്. പക്ഷെ സാധനം ഇവൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് ചാറ്റ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ചാറ്റ് കോൺടാക്ട് നമ്പർ എടുത്ത് അവർ വിളിച്ചപ്പോഴത്തേക്ക് അവർ ഡെലിവറി കഴിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിസ്സാരം 150 രൂപയുടെ സാധനമാണ്. സാധനം കയ്യിൽ കിട്ടാതെ ഡെലിവറി കാണിച്ചിരിക്കുന്നത് ആമസോണിൽ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ചിലപ്പം ഇത് കാണും. ഇവർക്ക് നമ്മളിപ്പോൾ ക്യാഷ് കൊടുത്തിട്ടല്ലേ സാധനം അയക്കുകയാണ്. അപ്പോൾ ഇത് എത്തോ ഇല്ലയെന്ന് വെച്ച് പലർക്കും ഡൗട്ടുണ്ട്. എന്നാലും ഇത്രയും ഡൗട്ട് ഉള്ളവരുണ്ട്. പക്ഷേ
പൈസ ഓൾറെഡി നമ്മുടെ കയ്യിൽ തന്നിട്ട് ഇരിക്കുന്നവരുണ്ട്. പൈസ തിരിച്ച് തരട്ടെ എന്ന് ചോദിച്ചാലും വേണ്ട, സാധനം നല്ലൊരു സ്മാർട്ട് ഫോൺ വരുമ്പം നമുക്കത് അയച്ചു തന്നാൽ മതി. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മൾ പൈസ തിരിച്ചിട്ട് കേട്ടാ വേണ്ട, ഫോൺ അയച്ചാ നിനക്കത് പെർഫെക്റ്റ് ആണ്, നിനക്ക് ഓക്കെ ആണ്, അതെനിക്ക് അയച്ചാ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അതൊക്കെ വലിയൊരു സംഭവമല്ലേ അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇതേപോലെ വിശ്വാസം കുറച്ച് ഇല്ലാത്ത ആൾക്കാരുകളും ഉണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു സാധനം അങ്ങോട്ട് അയച്ചു തന്നാൽ നിങ്ങൾ അയക്കുന്ന അഡ്രസ്സിലോട്ട് നമ്മൾ അയച്ചു വിടും. പക്ഷെ നിങ്ങൾക്ക് അത് ഉള്ളതാണോ, നിങ്ങൾ ചിലപ്പോൾ അടുത്ത അഡ്രസ്സിൽ അയക്കാം, വേറെ ഒരു ഷോപ്പിൻ്റെ അഡ്രസ്സിൽ നമുക്ക് തരാം, നമുക്ക് ഏതെങ്കിലും നമ്മൾ അയച്ചു വിടും. കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡിയെല്ലാം നിങ്ങൾക്ക് തരും, നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ അന്വേഷിക്കണമെങ്കിൽ വലിയ പാടൊന്നുമില്ല. ഭീമാപള്ളി HDK ലൊക്കേഷൻ സഹിതം ഗൂഗിളിലുണ്ട്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കാതിരിക്കില്ല, പക്കയായിട്ട് നമ്മളെ വിശ്വസിക്കാം. അധികം ദൂരം ആമസോൺ തപ്പി നടക്കുന്നവരെ ലോങ് ഒന്നും പോകണ്ട. ട്രിവാൻഡ്രത്ത് ഭീമാപള്ളി മാർക്കറ്റ് നമ്മളുണ്ടാവും. പിന്നെ എടുത്ത് പറയാനുള്ളത് ഗൈസ്, നമ്മൾ ഇപ്പം വലിയ സ്മാർട്ട് ഫോണായിട്ടൊന്നും തരാനായിട്ട് എൻ്റെ ഒന്നുമില്ല. ഉള്ളി ടാബ് 2-3 ഏറ്റവും കുറഞ്ഞ റേറ്റിന് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാല്ലേ ക്യാമറ? അത്യാവശ്യം സെൽഫി ക്യാമറ എല്ലാം കൊള്ളാം. സെൽഫി ക്യാമറ കൊള്ളാം, ബാക്ക് ക്യാമറ എടുത്താൽ കൊള്ളാം, അത്യാവശ്യം അടിപൊളി ക്യാമറ. ഇത് വന്നിട്ട് 6000 രൂപയാണ് ഇതിന്റെ പൈസ വരുന്നത്. ബോഡി കണ്ടീഷൻ നോക്കിയാലും കൊള്ളാം, ബോഡി കണ്ടീഷനും കൊള്ളാം. 6000 രൂപയ്ക്ക് സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ, നിസ്സാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം. ഇത് നമ്മുടെ ചാനൽ ഇപ്പം ഇത് ഓഫറില്ലേ, 6, 7, 8 രൂപ കൊടുക്കണം സാധനത്തിന്. ഇത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ആവശ്യമായ ടാബ് ഇങ്ങനെ ചുമ്മാ കൈ കൊണ്ട് നടക്കാനേ കൊള്ളാം. അപ്ഡേറ്റ് ഇല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല തരാൻ പറ്റുള്ളൂ അല്ലേ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇന്ന് നമുക്ക് ഇതേ പറ്റിയുള്ളൂ. നമ്മൾ നാളെ കിടില വേറൊരു സാധനമായിട്ട് വീണ്ടും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നാളെ ഏത് സാധനമാണ് കൊണ്ടുവരണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. എല്ലാവരും ഹായ് എടുത്താണ്, നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ബൈ.